ലൈഫിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്പിരിച്വാലിറ്റി ലേൺ ചെയ്യാനും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലൊരു ഹയർ സ്റ്റേജിലേക്ക് എത്താനോ നമുക്ക് സാധിക്കില്ല. ലൈഫിൽ നിന്നും ലേൺ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്പിരിച്വാലിറ്റിയിലൊരു ഹൈ റേഞ്ചിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്? പാറ്റേൺസാണ് നമ്മൾ ലേൺ ചെയ്യേണ്ടത്. ഡൗൺവേർഡ് പാറ്റേൺസ് ഉണ്ട്, അപ്വേർഡ് പാറ്റേൺസ് ഉണ്ട്. ഇതിൽ ഡൗൺവേർഡ് പാറ്റേൺസ് കടന്നു വരാനാണ് നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം സഫറിങ് അനുഭവിക്കേണ്ടി വരാറുള്ളത്. പലപ്പോഴും ഡൗൺവേർഡ് പാറ്റേൺസ് ഒരുപാട് തവണ റിപ്പീറ്റഡായിട്ട് നമ്മളുടെ മുമ്പിൽ സാഹചര്യങ്ങളായിട്ട് വന്നാലും നമുക്കത് ലേൺ ചെയ്യാൻ പറ്റാറില്ല. കാരണം നമ്മൾ സഫറിങ്ങിൽ പെട്ടുപോകാറുണ്ട്. അപ്വേർഡ് പാറ്റേൺസ് പലപ്പോഴും ഈസിയാണ്. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ജോയ്, ലവ്, അതേപോലെ തന്നെ പീസ്, ഈ തരത്തിലുള്ള ഒരു ഇമോഷൻസ് ആയിരിക്കും അപ്വേർഡ് പാറ്റേൺസിൽ ഉണ്ടാവുക. അത് നമ്മൾ ഒരു സഫറിങ് ആയിട്ട് അനുഭവിക്കേണ്ടി വരില്ല. എന്നാൽ പോസിറ്റിവിറ്റി ആയിട്ട് അനുഭവിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ പാറ്റേണുകൾ ലേൺ ചെയ്ത് ഒരു ഹയർ സ്കെയിലിലേക്ക് എത്താൻ സാധിക്കും. ഇമോഷൻ്റെ ഒരു ഹയർ സ്കെയിലിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ആത്മാവിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുന്നതായിരിക്കും. നമ്മൾ എത്ര പാറ്റേൺസുകൾ ലേൺ ചെയ്ത് എത്തുന്നുവോ അത്രയും നമ്മളുടെ ആത്മാവിൻ്റെ ആ ഒരു ഡെൻസിറ്റി വർദ്ധിക്കുന്നതായിരിക്കും. ആത്മാവിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഉള്ള ഒരു പദാർത്ഥത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയമാണ്. പക്ഷേ ആത്മാവിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അത് ഫോട്ടോൺ കണങ്ങളായിട്ടുള്ള പ്രകാശ കണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആത്മാവിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഹയർ ഡെൻസിറ്റി ബീയിങ്സ് എന്ന് പറയുമ്പോൾ മാനുഷിക ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മാനുഷിക ശരീരത്തിൻ്റെ ഡെൻസിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ആ ജീവൻ്റെ ആ ഒരു ആത്മാവിൻ്റെ പ്രകാശത്തിൻ്റെ ഡെൻസിറ്റി, ഫോട്ടോൺസ് എത്ര വ്യാപിച്ച് കിടക്കുന്നു, എത്ര ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഓഫ് ലൈറ്റ്, അത് വേവ് തരംഗങ്ങളായിട്ടുമുണ്ട്, ഫിസിക്കൽ തരംഗങ്ങളായിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഇലക്ട്രോൺസ് ഫോട്ടോൺസിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വ്യക്തിയുടെയും ആത്മീയ ഡെൻസിറ്റി, അതായത് കോൺഷ്യസ്നെസ്സിൻ്റെ ഡെൻസിറ്റി അളക്കുന്നത്. അപ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ ഡെൻസിറ്റീനെ ആശ്രയിച്ചാണ് സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നത്. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് വൈബ്രേഷൻ്റെ സ്പീഡും ഇൻക്രീസ് ആവും. സ്പീഡ് ഇൻക്രീസ് ആകുമ്പോൾ ഫ്രീക്വൻസി ബേസ്ഡ് ഹയർ ഫ്രീക്വൻസിയിലായിരിക്കും ആ ഒരു ജീവൻ റൊട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ആത്മാവിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഹയർ ഡയമെൻഷനിൽ ഉള്ള കാഴ്ചപ്പാടുകളായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക. ഡെൻസിറ്റി ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ഡയമെൻഷനും, അതായത് കാഴ്ചപ്പാടും, ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ എടുക്കുമ്പോൾ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ സ്പേസുകളെ അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ കാഴ്ചപ്പാടുകളെ, നമ്മൾ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന അറിവിൻ്റെ തലങ്ങളുടെ അക്സെപ്റ്റൻസ്, ആ ഒരു എല്ലാ വശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനെയാണ് ഉയർന്ന കാഴ്ചപ്പാട്, ആ ഒരു ദൈവികമായിട്ടുള്ള ഉയർന്ന കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ. എന്നാൽ ഫിസിക്കലി നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു സ്പേസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഡയമെൻഷൻ എന്ന് ഫിസിക്കലി നമ്മൾ പറയുന്നത്. തേർഡ് ഡയമെൻഷൻ, ഫോർത്ത് ഡയമെൻഷൻ, ഫിഫ്ത്ത് ഡയമെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സ്പേസിൻ്റെ സ്ട്രക്ചർ, സ്പേസ് എത്ര മുഖങ്ങളുണ്ട്, എത്ര സ്പേസ് ഉണ്ട്, എത്ര ഷേപ്പ്, അതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ ഡയമെൻഷൻ പറയുന്നത്. എന്നാൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ഒരു ആത്മാവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട്, ഉയർന്ന കാഴ്ചപ്പാട്, ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് എന്നുള്ള അറിവിലാണ്. അപ്പോൾ തേർഡ് ഡെൻസിറ്റിയിലുള്ള ബീയിങ്സ് ആണെങ്കിൽ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് അറിയുന്നത്. നമ്മൾക്ക് ആവശ്യം നമ്മൾ സേവ് ടു സെൽഫ് എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും. നമ്മളുടെ മാത്രം ഒരു സെൽഫിഷ് ആയിട്ടുള്ള ലൈഫിലൂടെ മാത്രം നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടണം എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കും, ജീവിച്ചു കൊണ്ടിരിക്കും.
എന്നാൽ ഉയർന്ന കാഴ്ചപ്പാട് വരുമ്പോൾ നമ്മൾ എല്ലാവർക്കും നമ്മൾ തുല്യരായിട്ട് കാണാൻ തുടങ്ങും. എല്ലാവരെയും നമ്മൾ തുല്യരായിട്ട് കാണാൻ തുടങ്ങും. അവരുടെ വിഷമം പോലും നമ്മുടെ വിഷമമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ഉയർന്ന ഡയമെൻഷൻ്റെ സ്പിരിച്വാലിറ്റിയിൽ ഡയമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് സൈഡിലേക്ക് പാറ്റേൺ, ഡൗൺവേർഡ് പാറ്റേൺസ് ആകുമ്പോൾ അത് ലേൺ ചെയ്യാനായിട്ട് ഒരുപാട് സഫറിങ് എടുക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമുക്ക് ഒരു ജന്മം കൊണ്ടൊന്നും ഒരു പാറ്റേൺസും ലേൺ ചെയ്യാൻ, ചില പാറ്റേൺസുകളൊക്കെ ലേൺ ചെയ്യാൻ സാധിക്കാതെ തന്നെ വരാറുണ്ട്. എത്ര പ്രാവശ്യം ആ പാറ്റേൺസ് നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങളായിട്ട് വന്നാലും നമുക്കത് ലേൺ ചെയ്യാൻ പറ്റാറില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മയുടെ ഫലം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന്. ആക്ച്വലി അങ്ങനെയല്ല. നമ്മളുടെ പൂർവികരുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ പോലും നമ്മളുടെ DNA-യിൽ സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു ചിന്തയുടെ അതിനനുസരിച്ചാണ് നമ്മളിലും ചിന്ത ഉണ്ടാകുന്നത്. DNA-യിൽ സ്ക്രിപ്റ്റഡ് ആണ്. പാസ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത് നമ്മളിലൂടെയാണ് ചേഞ്ച് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നത് ആ ഒരു പാറ്റേണിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് വ്യക്തിയായാലും ഡൗൺവേർഡ് പാറ്റേൺസിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്വേർഡ് പാറ്റേൺസിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്വേർഡ് പാറ്റേൺസിലേക്ക് നമ്മൾ എത്തിയാൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനുകളായിരിക്കും നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഡൗൺവേർഡ് പാറ്റേൺസ് ആകുമ്പോൾ നമ്മൾക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നാലും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും വെൽത്തും എല്ലാം ഉണ്ടായിരുന്നാലും നമ്മളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇതെല്ലാം മാനസികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോ സംതൃപ്തിയോ ഒന്നും നമുക്ക് ഡൗൺവേർഡ് പാറ്റേൺസ് ലേൺ ചെയ്തിട്ടില്ല എങ്കിൽ കിട്ടില്ല. പലപ്പോഴും നമ്മൾ അപ്പറിലേക്ക്, ഹയർ ഡയമെൻഷനിലുള്ള ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഡൗൺവേർഡ് പാറ്റേൺസിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ലേൺ ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും നമ്മൾ പല സമയത്തായിട്ട് താഴത്തേക്ക് വന്ന് അത് ലേൺ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ലൈഫിൽ നെഗറ്റിവിറ്റി സംഭവിപ്പെടുത്തിക്കൊണ്ട് അത് ലേൺ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഡെൻസിറ്റി ഇങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് അതിന് പ്രകാശം കുറവ് എന്ന് മനസ്സിലാക്കി ആ ഒരു ഭാഗത്തിലേക്ക്, ആ ഡെൻസിറ്റിയുടെ ആ ഭാഗത്തേക്കുള്ള പ്രകാശത്തിൻ്റെ, അറിവിൻ്റെ ആ ഒരു ഫോട്ടോൺസിൻ്റെ പ്രകാശം അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആത്മാവിൻ്റെ ഇവല്യൂഷന് വേണ്ടിയിട്ട്. ആത്മാവിന് ഫിസിക്കലി നമ്മൾ അനുഭവിക്കുന്നതെല്ലാം വെറും ഒരു ഡ്രീമായിട്ടാണ് ആത്മാവിന് അത് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ സഫറിങ്ങിലാണോ, നമ്മൾ ബുദ്ധിമുട്ടിലാണോ എന്നൊന്നും ആത്മാവിന് അവിടെ ഒരു വിഷയമേ അല്ല. ഇതൊരു ഡ്രീമായിട്ടാണ് അതിന് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കിതൊരു ഡ്രീമല്ല, നമ്മളിത് ഫിസിക്കൽ റിയാലിറ്റിയാണ്. മായ എന്ന് പറഞ്ഞാലും, മായ എന്ന് പറയുന്നത് ഉണ്ടാകുന്നു ഇല്ലാതാകുന്നു, ഉണ്ടാകുന്നു ഇല്ലാതാകുന്നു, ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഓരോന്നിൻ്റെയും ടൈം പീരീഡ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉണ്ടാകുന്നു മറയുന്നു, ഉണ്ടാകുന്നു മറയുന്നു. ഇതുകൊണ്ടാണ് ഇതിനെ മായ എന്ന് പറയുന്നത്. സ്റ്റേബിളായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ഇല്ല ഫിസിക്കൽ റിയാലിറ്റിയിൽ. എന്നാൽ ആത്മീയ തലത്തിൽ അങ്ങനെയല്ല, സ്റ്റേബിളാണ്, കോൺസ്റ്റൻ്റായിട്ട് അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അതിന് മാറ്റമില്ല. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ, ആത്മാവിൻ്റെ ആ ഒരു ഡെൻസിറ്റിയിലേക്ക് എത്തുമ്പോൾ, ിലേക്ക് വരുമ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് ഒരു വേവ് പാറ്റേണിൽ, അത് വിസിബിളായിട്ടുള്ള ഒരു പാറ്റേണിലായിരിക്കില്ല, വേവ് പാറ്റേണിലായിരിക്കും. അതേപോലെ അതിൻ്റെ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫോട്ടോൺസിൻ്റെ കണങ്ങളുടെ ഫോട്ടോൺസ് ഫിസിക്കലി ഉണ്ട്, ഇൻവിസിബിളായിട്ടും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഫിസിക്കലി ഉള്ളതിനെ നമുക്ക് സൂര്യപ്രകാശത്തിലൂടെയും അല്ലാതെയോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫോട്ടോൺസ്, ആത്മാവിൻ്റെ തലത്തിലുള്ള ഫോട്ടോൺസ് വേവ് ഫങ്ഷനിലായിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രംസ് അത് ഒരു വേവ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് എത്ര സ്ഥലത്ത് അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ഡിസ്റ്റൻസ് എല്ലാം ഉണ്ട് എന്നുള്ളത് ആ ഒരു തലത്തിൽ നിൽക്കുന്ന ആത്മാവിന് മാത്രമാണ് അറിയുള്ളൂ. അവിടെ എന്താണ് ക്യൂർ ചെയ്യേണ്ടത്, ഏത് പാറ്റേണാണ് ലേൺ ചെയ്യേണ്ടത്, എവിടെയാണ് ലൈറ്റ് കുറവ്, അവിടേക്ക് അതിന് എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആത്മാവിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഫിസിക്കൽ നമ്മൾ ഡൗൺവേർഡ് പാറ്റേൺസ് അനുഭവിക്കുമ്പോൾ ഈ നെഗറ്റീവ് ഫീലിങ്സ് നമ്മളിൽ ഒരുപാട് പ്രാവശ്യം അല്ലെങ്കിൽ അനേകം പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ
നമ്മൾ ആഗ്രഹിക്കും താൽക്കാലികമായിട്ടെങ്കിലും ഇതിൽ നിന്നൊന്ന് റിലീഫ് കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു റിലീഫിനുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്, താൽക്കാലികമായിട്ട് ഉള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ബ്രീത്തിങ് ടെക്നിക്കിന് മുമ്പായിട്ട് എങ്ങനെ ഈ പാറ്റേണിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാമെന്നുള്ളതും കൂടി പഠിക്കണം. പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഇമോഷൻ്റെ ഈ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ മാത്രമല്ല, എല്ലാവരിലും ഈ ഇമോഷൻസൊക്കെ സെയിം തന്നെയായിരിക്കും. ഗിൽട്ടി ഫീലിംഗ് മറ്റുള്ളവർ അനുഭവിച്ചാലും അവർക്കും ഈ ഗിൽട്ടി ഫീലിംഗ് തന്നെയായിരിക്കും. ഭയം ഒരാൾ അനുഭവിച്ചാലും ആ ഫീലിംഗ് ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഭയം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ ഭയം എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഫീലിംഗ് ഉണ്ടായിട്ടുള്ളത് ഇന്നോ ഇന്നലെയോ എന്നുള്ളതല്ല, ഇത് ഇവിടെ ഉണ്ട്. ഈ ഫീലിംഗ് എപ്പോഴും ഉണ്ട്. ഇതിനെ ലേൺ ചെയ്തുകൊണ്ടാണ്, ആ ഒരു അപ്വേർഡ് പാറ്റേൺസിനെയും ലേൺ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ആത്മാവിൻ്റെ ആ ഒരു ഇവല്യൂഷനേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാറ്റേൺ നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ, നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മളുടെ മനസ്സിൽ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, ഇത് ആർക്കാണ് ഉണ്ടാകുന്നത്? നമ്മൾ മനസ്സല്ല, ബുദ്ധിയല്ല, ഈഗോസ് ഒന്നുമല്ല നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്? അതായത് ഇപ്പോൾ ഈ മനുഷ്യരൂപത്തിൽ നമ്മൾ നിൽക്കുന്നു, പക്ഷേ ഇനി കുറച്ച് വർഷങ്ങൾക്കപ്പുറം നമ്മളിവിടെ ഇല്ല. അപ്പോൾ ഇത് യാഥാർത്ഥ്യമല്ല, ഈ ഒരു ഫിസിക്കൽ ഉണ്ടാകുന്നു മറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ളത് ആരാണ്? ആത്മാവാണ്. അപ്പോൾ ആർക്കാണ് ഈ ഫീലിംഗ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ആ ഫീലിങ്ങിനെ അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. അതേസമയം തന്നെ നമുക്ക് ആ ഫീലിങ്ങിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തും. അത് റിവേഴ്സലി നമുക്ക് ആ പാറ്റേൺ അഴിയാൻ തുടങ്ങും. അപ്പോൾ അല്പനേരം മാത്രം ആ ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ നിൽക്കാൻ സാധിക്കുള്ളൂ. ആർക്കാണ് ഈ ഫീലിംഗ് നമ്മളുടെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സറൗണ്ടിങ്സിൽ ഫിസിക്കലി ഉള്ള ആൾക്കാരിൽ നമ്മൾ ബ്ലെയിം ചെയ്യും. ആ വ്യക്തി കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, ആ വ്യക്തി കാരണമാണ് എനിക്കിങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ അവരിലോ അല്ലെങ്കിൽ സാഹചര്യത്തിലോ നമ്മൾ ബ്ലെയിം ചെയ്യാതെ ഈ ഫീലിങ്സ് ആർക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മളിൽ മനസ്സിൽ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ ആ ഫീലിംഗ് അവിടുന്ന് അപ്രത്യക്ഷമാകും. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഡെയിലി ചെയ്തു വരേണ്ട ഒരു ബ്രീത്തിങ് എക്സസൈസാണ്. ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവരൊന്നും ഇത് ചെയ്യണ്ട കേട്ടോ. ഞാനിത് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ആർക്കെങ്കിലും ബ്രീത്തിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട. അല്ലാതെ നോർമലായിട്ടുള്ള എല്ലാവർക്കും ഈ ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചാൽ, ഈ ബ്രീത്തിങ് ടെക്നിക്ക് ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഹോർമോൺസ് എല്ലാം ബാലൻസ് ആകാൻ തുടങ്ങും. കാരണം നാഡീശുദ്ധി, അതായത് നാഡീശുദ്ധി എന്ന് പറഞ്ഞാൽ ശുദ്ധി ചെയ്യപ്പെടുക എന്നുള്ളതല്ല, ബാലൻസിങ് കറക്റ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാലൻസിങ് ആകുമ്പോൾ നമ്മളുടെ രണ്ട് ഹീറ്റും കൂളും നമ്മളുടെ ബോഡിയിൽ ബാലൻസിങ് ആകുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺസ് എല്ലാം ബാലൻസ് ആകാൻ തുടങ്ങും, എല്ലാം കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ കോശങ്ങളെല്ലാം റീജനറേറ്റ് ആകാൻ തുടങ്ങും. അതായത് ഒരു ഫ്രഷ്നെസ് ഫീൽ അനുഭവിക്കാൻ തുടങ്ങും. ആൻറ്റി ഏജിങ്, അതായത് നമുക്കൊരു എന്താ പറയുക, കാമായിട്ടുള്ള സ്റ്റേജ്, പീസായിട്ടുള്ള ഒരു ഹാപ്പിനെസ് അനുഭവിക്കാൻ തുടങ്ങും നമ്മുടെ മൈൻഡിന്. അപ്പോൾ നമ്മളുടെ ഈ നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ നമ്മളുടെ സറൗണ്ടിങ്സിൽ നടന്നാലും ഇതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത പോലെ നമുക്ക് അനുഭവപ്പെടും. നമുക്ക് ആ ലെസൺ ലേൺ ചെയ്യാനും പറ്റും. അവിടെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ നമുക്കത് ലേൺ ചെയ്യാനും പറ്റും. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത പോലെ, നമ്മുടെ മനസ്സിനെ ഇത് അലട്ടാത്ത പോലെ ഒരു സാഹചര്യം ക്രിയേറ്റ് ആവും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഈ ബ്രീത്തിങ് ടെക്നിക്ക് കൊണ്ട് നമുക്ക് ഡെയിലി ആദ്യത്തെ പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് മൈൻഡ് റീസെറ്റ് ആകുന്നത് കാണാം. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ മൈൻഡ് കാം ആകുന്നത് കാണാം. തോട്ട് റെഡ്യൂസ് ആകുന്നത് കാണാം. നമ്മളുടെ ചിന്തകൾ സ്ലോ ആകുന്നത് കാണാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതരത്തിലുള്ള നാഡീശുദ്ധി പ്രാണായാമാസ് എല്ലാം ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു
റിസൾട്ടോട് കൂടി തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കും ഇത് ഡെയിലി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും. എത്ര തന്നെ നെഗറ്റീവ് സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോയാലും ആ പാറ്റേണിനെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ശക്തി നമ്മളിലുണ്ടാവും. അതേപോലെ ഇതൊന്നും ലേൺ ചെയ്യാണ്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ പറ്റില്ല. എല്ലാവരും ഡൗൺവേർഡ് പാറ്റേൺസ് ലേൺ ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്വേർഡിലെ പാറ്റേൺസിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അപ്വേർഡിലേക്ക് നമ്മൾ എത്തിയാലും താഴത്തെ ഏതൊക്കെ പാറ്റേൺസ് അണ്ടറിൽ ഉണ്ട് അത് ലേൺ ചെയ്യാൻ വേണ്ടി വീണ്ടും വരേണ്ടിയും വരും. അപ്പോൾ പഠിക്കുന്നത് വരെ ഈ നെഗറ്റീവ് ഫീലിങ്സും സാഹചര്യങ്ങളും ഒക്കെ നമ്മളുടെ സറൗണ്ടിങ്സിൽ നടക്കും. നമ്മൾ എന്നാണോ ആ പാറ്റേണിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നത് വരെ ഈ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഈ പാറ്റേണിൽ നിന്ന് ഒന്ന് എക്സിറ്റ് ആകാനുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണിത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് നോസ് അടച്ചു പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് നോസിലൂടെ 8 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആദ്യം എടുക്കുമ്പോൾ 8 സെക്കൻഡ് ഒന്നും നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും നിന്നു പോകും. പക്ഷേ 8 സെക്കൻഡ് വരെ നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, എന്നാലും എടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ ലെഫ്റ്റ് മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് റൈറ്റ് മൂക്കിലൂടെ 16 സെക്കൻഡ് ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ 16 സെക്കൻഡ് വിടാനുള്ളത് ഉണ്ടാവില്ല, നമ്മൾ വിട്ട് വേഗം ശ്വാസം അങ്ങോട്ട് തീർന്നു പോകും. പക്ഷെ നമ്മൾ സ്ലോ ആക്കിക്കൊണ്ട് 16 സെക്കൻഡ് വരത്തക്ക രീതിയിൽ ഇതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമൊന്നും നമുക്കിത് ഇത്രയും ബ്രീത്തിങ് കൺട്രോൾ കിട്ടില്ല. പക്ഷേ പോകെ പോകെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കിത് പ്രാപ്തമാകും. അങ്ങനെ നമ്മൾ ഒരു 3 പ്രാവശ്യം ലെഫ്റ്റ് മൂക്കിലൂടെ 8 സെക്കൻഡ് എടുത്ത് 16 സെക്കൻഡ് റൈറ്റ് മൂക്കിലൂടെ വിടുക. അതിനുശേഷം നമ്മൾ റൈറ്റ് മൂക്കിലൂടെ 8 സെക്കൻഡ് എടുത്ത് 16 സെക്കൻഡ് ലെഫ്റ്റ് മൂക്കിലൂടെ ശ്വാസം വിടുക. അപ്പോൾ 2 പ്രാവശ്യം ലെഫ്റ്റും റൈറ്റും നമ്മൾ ചെയ്യുക. ഇത് 3 പ്രാവശ്യം ചെയ്യുക. 3 പ്രാവശ്യം വീതം ലെഫ്റ്റിലും 3 പ്രാവശ്യം വീതം റൈറ്റിലും ഇത് ആവർത്തിക്കുക. ഇത്രയും ചെയ്താൽ മതി. ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മുടെ ബ്രെയിനിൽ ആ കാംനെസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മളുടെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു വന്നിരിക്കും, പക്ഷെ അത് ബ്രെയിൻ ഒന്ന് ശാന്തമാകുന്നതാണ്. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. പക്ഷേ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർ ഇത് ചെയ്യണ്ട. കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ബ്രീത്തിങ് പ്രോബ്ലം ഇല്ലാത്തവരാണെങ്കിൽ, നോർമലായിട്ടുള്ളവരാണെങ്കിൽ ഇത് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു മൈൻഡ് കാമാകുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. മൈൻഡ് കാമായി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളുടെ മൈൻഡിലേക്ക് കടന്നു വരും. അപ്പർ ഫ്രീക്വൻസിയിലുള്ള സ്കെയിലിലുള്ള ഇമോഷൻസ് നമ്മളിലേക്ക് വരും. നമ്മളുടെ സിറ്റുവേഷൻസ് സറൗണ്ടിങ്സ് ഒക്കെ ചേഞ്ച് ആകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഇത് ലേൺ ചെയ്യേണ്ടത് ആ സമയത്ത് ഈ സാഹചര്യം വന്നാലും നെഗറ്റീവ് സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നാലും നമ്മളിതൊന്നും ബാധിക്കാത്ത പോലെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഹാപ്പിനെസ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ അതൊന്നും എഫക്റ്റ് ചെയ്യാത്ത പോലെ നമുക്കൊരു ഫീലിംഗ് വരും. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പോലും ആ വ്യക്തിയുടെ ഒരു നെഗറ്റിവിറ്റിയും നമുക്ക് മൈൻഡിൽ ഉണ്ടാവില്ല. ആ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ബ്രീത്തിങ് ടെക്നിക്ക് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങളിൽ വരുന്ന മാറ്റങ്ങളായിരിക്കും അത്. അപ്പോൾ നമ്മൾ വളരെയധികം നിഷ്കളങ്കരായിത്തീരും. നമ്മളിൽ അസൂയ, കുശുമ്പ്, ദേഷ്യം, വെറുപ്പ്, പക, അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതെല്ലാം വളരെ കുറവായിട്ട് വർക്ക് ചെയ്യും. നമ്മളിൽ ഇത് എഫക്റ്റ് ചെയ്യില്ല. പാറ്റേൺ അവിടെ സാഹചര്യം ഉണ്ടായാൽ പോലും നമ്മളെ ഇതൊന്നും ബാധിക്കില്ല. അപ്പോൾ നമുക്കൊരാളോട് സംസാരിക്കുമ്പോൾ അയാളിൽ കുറ്റങ്ങളൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും, അയാളുടെ ഒരു കുറവും ഇല്ലാത്ത പോലെ. അപ്പോൾ നമുക്ക് നിഷ്കളങ്കമായിട്ട് ആ വ്യക്തിയോട് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളോടും ആ വ്യക്തി ട്രീറ്റ് ചെയ്യുന്ന വിധം തന്നെ മാറിപ്പോകും. ആ വ്യക്തി പിന്നെ നമ്മളോട് പെരുമാറുക, നമ്മുടെ മനസ്സ് നിഷ്കളങ്കമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലും അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പിന്നീട് ആർക്കും നമ്മളെ ഇത്രയും കാലം ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്ന, പുറത്തുനിന്ന് വന്നിരുന്ന ഒരു കുറ്റപ്പെടുത്തലുകളും നമ്മളെ കുറവ് പറഞ്ഞുകൊണ്ടിരുന്ന ആ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറി മറിയാൻ തുടങ്ങും. അപ്പോൾ ഒരു നെഗറ്റിവിറ്റിയും നമ്മളെ ബാധിക്കില്ല. നമ്മൾക്ക് ഇത്രയും കാലം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ പുറത്തുനിന്ന് വിമർശനങ്ങളായിരിക്കും കേട്ടുകൊണ്ടിരുന്നുണ്ടാവുക. ആ വിമർശനങ്ങളൊക്കെ താനെ കുറയാൻ തുടങ്ങും.
അപ്പോൾ ആരും നമ്മൾക്കിഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അവരാരും വിമർശിക്കാനായിട്ട് വരില്ല. അവരതിലൊന്നും ഒരു വിമർശനം നമ്മളോട് പറയുന്നതായിട്ട് തോന്നില്ല നമുക്ക്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴായാലും നമുക്കും അവരോട് ഒരു നിഷ്കളങ്കത നമുക്ക് അനുഭവപ്പെടും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവരിലൊരു കുറ്റവും നമ്മൾ കാണാൻ സാധിക്കില്ല. നമ്മൾ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്നു, പ്യുവറായിട്ട് സംസാരിക്കുന്നു ആ വ്യക്തിയോട്. അപ്പോൾ ആ വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. ആ വ്യക്തിയുടെ നെഗറ്റിവിറ്റി ഒന്നും നമുക്ക് മനസ്സിലാകില്ല, അത് അറിയാൻ സാധിക്കില്ല. എല്ലാവർക്കും നെഗറ്റിവിറ്റി ഉണ്ടാവാം, പക്ഷേ ഇതൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ആ വ്യക്തിയുടെ പോസിറ്റീവ് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ആ വ്യക്തിക്കും നമ്മളോടുള്ള ആ കാഴ്ചപ്പാട് മാറും. വളരെയധികം ഒരു ഹാപ്പിനെസ് ഫീല് നമ്മളിൽ നിറയാൻ തുടങ്ങും. നിങ്ങൾ ഈ ബ്രീത്തിങ് ചെയ്തതിന് ശേഷം പിന്നീട് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാം. വളരെയധികം വ്യത്യാസമായിരിക്കും ലൈഫിൽ. അപ്പോൾ നമുക്ക് അപ്വേർഡും ഡൗൺവേർഡും പാറ്റേൺസ് ലേൺ ചെയ്തുകൊണ്ട്, ലൈഫിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സ്പിരിച്വാലിറ്റി ലേൺ ചെയ്യാൻ സാധിക്കില്ല. ഡൗൺവേർഡ് പാറ്റേൺസ് എല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. താൽക്കാലികമായി മാറ്റാൻ മാത്രമാണ് ഈ ബ്രീത്തിങ് ടെക്നിക്സ്. അതിനുശേഷം ഈ സാഹചര്യം വരുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഈ ക്വസ്റ്റ്യൻ ആർക്കാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫീലിംഗ് ഇപ്പോൾ ഉണ്ടാകുന്നത്, ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടതുള്ളത്, ഈ സാഹചര്യത്തിൽ നിന്ന് എൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ലേൺ ചെയ്യാതെ പോയ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് ഞാൻ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് തന്ന ആ വ്യക്തികളോട് നമ്മൾ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആർക്കാണ് ഈ ഫീലിംഗ് ഉണ്ടാവുന്നത് എന്നുള്ള നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ശ്രദ്ധയോടുകൂടി ഇരുന്ന ആ പാറ്റേൺ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആവും. അങ്ങനെ ഈ ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മളെ നെഗറ്റീവ് ഫീലിംഗ് നമ്മളുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് കടന്നു പോകാനും സാധിക്കും. വളരെ ഈസി ആയിട്ട് കടന്നു പോകാനും സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ വന്നിരിക്കുന്നത് ഈ പാറ്റേൺ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. പാറ്റേൺ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാതെ ആത്മാവിൻ്റെ പ്രകാശത്തിൻ്റെ ആ ശോഭയ്ക്ക് അവിടെ ആ ഒരു എവല്യൂഷന് സാധിക്കില്ല. അപ്പോൾ ഈഗോ ഡെത്ത് സംഭവിക്കണം. ഈഗോ ഡെത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ഈ പാറ്റേൺ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തില്ല എങ്കിൽ, നമ്മൾ അഹങ്കാരത്തോട് കൂടിയിട്ട് ലൈഫിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, എവിടെയെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള വീഴ്ചകൾ നമ്മുടെ ലൈഫിൽ നെഗറ്റിവിറ്റി വളരെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഈഗോ ഡെത്ത് ഈ യൂണിവേഴ്സ് ഉണ്ടാക്കും. അതിൽ നിന്ന് നമുക്ക് ആത്മാവിൻ്റെ ഇവല്യൂഷന് എനർജി കിട്ടും. അല്ല എങ്കിൽ നമ്മൾ മെഡിറ്റേഷനും ധ്യാനവും ചെയ്യുന്നവരാണെങ്കിൽ ഓൾറെഡി അവർക്ക് അതിൽ നിന്ന് ആ ഒരു ആത്മാവിൻ്റെ ഡെൻസിറ്റി വർദ്ധിപ്പിക്കാൻ, എവല്യൂഷൻ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ആ ഒരു എനർജി കിട്ടും. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അവരുടെ ലൈഫിൽ നെഗറ്റീവ് സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ആത്മാവ് അതിൻ്റെ ഡെൻസിറ്റി എവല്യൂഷന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാ നല്ലത്? നമ്മൾ ബെറ്ററായിട്ടിരിക്കുന്നത് നമ്മൾ ഈ മെഡിറ്റേഷനും ധ്യാനവും ഒക്കെ ചെയ്ത് നമ്മളുടെ മനസ്സിനൊന്ന് ശാന്താക്കി നാഡീശുദ്ധിയൊക്കെ ചെയ്ത് അതിലൂടെ ആത്മാവിനൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നതാണോ? അതായത് നെഗറ്റീവ് എല്ലാം കൂടി നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അനുഭവിച്ചുകൊണ്ട്, ചിലപ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ടവരെ ഒക്കെ നമുക്ക് മിസ്സിങ് അങ്ങനെയൊക്കെ സംഭവിക്കാൻ, അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ വരുമ്പോഴും ഈഗോ ഡെത്ത് സംഭവിക്കും. അപ്പോഴും നമ്മൾ ആത്മാവിലേക്ക് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ എന്നുള്ള ചിന്തയിലേക്ക് നമ്മളെത്തും. ആത്മാവിൻ്റെ ആ ഒരു ഇവല്യൂഷൻ അവിടെ നടക്കും. പക്ഷേ അതിനൊന്നും നമ്മൾ ഇട കൊടുക്കാതെ നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം കണ്ടെത്തി നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലൂടെ നമുക്ക് ആത്മാവിൻ്റെ ആ ഒരു ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നെഗറ്റീവ് പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.